എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് സെം എന്നോ സെക്കൻഡ് സെം എന്നോ അല്ലെങ്കിൽ ഒരു നേഴ്സ് ആയിട്ടുണ്ടോ ഇല്ലയോ ഇതൊന്നും കൺസിഡർ ചെയ്യേണ്ട, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് നമ്മുടെ സെക്കൻഡ് സെമ്മിൽ ബയോ കെമിസ്ട്രിയിലും ന്യൂട്രീഷനിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡർ. അപ്പോൾ ന്യൂട്രീഷൻ എന്ന സബ്ജക്റ്റിനകത്ത് നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ന്യൂട്രിയൻസും, അതായത് വെള്ളം ഉൾപ്പെടെ, അതായത് വാട്ടർ ഉൾപ്പെടെ ഒരു ന്യൂട്രിയൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, കൊളസ്ട്രോള്, പിന്നെ വിറ്റമിൻസ്, മിനറൽസ്, പിന്നെ വാട്ടർ. അപ്പോൾ വിറ്റമിൻസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഫാറ്റ് സോലുബിൾ വിറ്റമിൻസ്, വാട്ടർ സോലുബിൾ വിറ്റമിൻസ്, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ മിനറൽസ്, കുറേ മിനറൽസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന്, നമ്മുടെ ശരീരം ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി വേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമുക്കിത് കിട്ടും, നമ്മൾ ജീവിക്കുന്ന എൻവറോൺമെൻറ്റിലൂടെ നമുക്കിത് കിട്ടും. അതിന് എക്സാമ്പിളാണ് വിറ്റമിൻ ഡി. നമ്മൾ സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് ജീവിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ പറഞ്ഞത്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ മാത്രം നമുക്ക് എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിക്കുന്ന എൻവറോൺമെൻറ്റും അതിനെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻസ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ഈ ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ശരീരത്തിൽ എത്തിയാലും അത് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യണം. നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ നിന്നും അത് എങ്ങോട്ട് എത്തണം? നമ്മുടെ വാസ്കുലാർ സിസ്റ്റം അല്ലെങ്കിൽ സർക്കുലേഷൻ അല്ലെങ്കിൽ ബ്ലഡിലോട്ട് എത്തണം. അതിനുവേണ്ടി എന്ത് നടക്കണം? അവിടെ അബ്സോർപ്ഷൻ നടക്കണം. ഈ അബ്സോർബ് ചെയ്ത് ബ്ലഡിലെത്തുന്ന ഈ ന്യൂട്രിയൻസ് ഓരോ സെല്ലുകളിലായിട്ട് എന്ത് സംഭവിക്കണം? അടുത്ത് മെറ്റബോളിസം സംഭവിക്കണം. മെറ്റബോളിസം കറക്റ്റായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പല ന്യൂട്രിയൻസ് നമുക്ക് എനർജി സോഴ്സാണ്. എക്സാമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീന്, ലിപ്പിഡൊക്കെ. ഇതൊക്കെ നമുക്ക് ശരീരത്തിന്, നമ്മുടെ ഓരോ ചെറിയ മസിലും അല്ലെങ്കിൽ ഒരു വിരല് അല്ലെങ്കിൽ ഒരു മുടി, ഇതിൻ്റെ ഓരോന്നിൻ്റെയും വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും എന്ത് വേണം? അവിടെ എനർജി വേണം. അപ്പോൾ ഈ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഒരു ന്യൂട്രിയൻസിൽ നിന്ന് തന്നെയാണ്. ഇതുകൂടാതെ നമുക്ക് മെൻ്റൽ പവർ, മെമ്മറി പവർ, അല്ലെങ്കിൽ മൂവ്മെൻറ്റ്, എല്ലിന് ബലം, പല്ലിന് ബലം, അതുപോലെ ഓരോ ഭാഗത്തിനും ഓരോരോ ന്യൂട്രിയൻസ് അത്യാവശ്യമാണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോണ് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ കുഞ്ഞുകുട്ടികൾ, നമ്മൾ ജനിച്ച് കുഞ്ഞുകുട്ടി ആ ഒരു പ്രായം മുതൽ സ്കൂൾ ഏജ്, അഡോളസെൻസ് വരെ, അതായത് അഡൽട്ട്ഹുഡിന് തൊട്ട് മുന്നേ വരെ, അഡോളസെൻസ് വരെ നമ്മുടെ ബോണുകൾ ലെങ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെങ്ത് വെക്കണമെങ്കിൽ, ബോൺ വളരണമെങ്കിൽ എന്ത് ന്യൂട്രിയൻ്റ് അല്ലെങ്കിൽ ഏത് മിനറൽ അവിടെ നമുക്ക് വേണം? കാൽസ്യം വേണം, ഫോസ്ഫേറ്റ് വേണം. കാൽസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനറൽ തന്നെയാണ്. അതുപോലെ നമ്മുടെ സ്കിന്ന് നോർമലായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ, മുടി നോർമലായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ, ബോണിന് സ്ട്രെങ്ത് കൂടണമെങ്കിൽ നമുക്ക് വിറ്റാമിൻ ഡി വേണം. കണ്ണിന് കാഴ്ചശക്തി ഉണ്ടാകണമെങ്കിൽ നമുക്ക് വിറ്റാമിൻ എ വേണം. എന്നാൽ നമുക്ക് ബ്ലഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? വെള്ളം പോലത്തെ പ്ലാസ്മയുണ്ട്. അതിനകത്ത് കുറേ ബ്ലഡ് സെൽസ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, റെഡ് ബ്ലഡ് സെൽസ്, WBC വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്, ഇങ്ങനെ ബ്ലഡ് സെൽസുകൾ എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ബോൺ മാരോയിൽ നിന്ന്, ബോണുകൾക്കുള്ളിലുള്ള ബോൺ മാരോയിൽ നിന്ന്, റെഡ് ബോൺ മാരോയിൽ നിന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ അവിടെ ഈ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അവിടെ ഹീമോഗ്ലോബിൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ന്യൂട്രിയൻ നമുക്ക് വേണം? അവിടെ ഏത് ന്യൂട്രിയനാണ് നമുക്ക് വേണ്ടത്? അയൺ വേണം. അയൺ എന്ന മിനറൽ വേണം. അതുപോലെ നമുക്ക് ഒരു രോഗം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ പല അണുക്കളുണ്ട്, പല ഇൻഫെക്ഷ്യസ് ഓർഗാനിസംസ് ഉണ്ട്, പലതരത്തിലുള്ള ഡസ്റ്റ് ഉണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് പല രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഡിസീസസ് ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഇമ്മ്യൂണിറ്റി വേണം. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ സ്വാധീനിക്കുന്ന ഒരു ന്യൂട്രിയൻ്റാണ് ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞാൽ വിറ്റാമിനാണ്. ന്യൂട്രിയൻറ്റിൻ്റെ ഒരു ടൈപ്പാണ് വിറ്റാമിൻ എന്ന് പറയുന്നത്, വിറ്റാമിൻ സി. ഇനി നിങ്ങളുടെ കയ്യിലോ കാലിലോ ഒരു മുറിവ് വന്നു, അത് ഹീലാകണമെങ്കിൽ,
അവിടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏതൊരു സെല്ലും റിപ്പയർ ആകണമെങ്കിൽ നമുക്ക് ഏത് വിറ്റാമിൻ വേണം? വിറ്റാമിൻ ബി തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് ന്യൂട്രിയൻസേ പറഞ്ഞുള്ളൂ, ബാക്കി ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. ചിലത് കുറച്ചധികം അളവിൽ വേണം, ഹൈ ക്വാണ്ടിറ്റി വേണം. ചില ന്യൂട്രിയൻസ് വളരെ ചെറിയ അളവിൽ മതിയാകും. പക്ഷേ ആ ചെറിയ അളവ് അവിടെ നോർമലായിട്ട് ഇല്ല എങ്കിൽ വളരെ മാർക്കബിൾ ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് നമുക്ക് ഉണ്ടാകും. അപ്പോൾ അത് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്, അല്ലേ? അപ്പോൾ അത് എങ്ങനെ മീറ്റ് ചെയ്യാമെന്ന് പറയാം, നമ്മുടെ ആഹാരത്തിലൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെയാണ് നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്നത്. ഇനി ആസ് എ നഴ്സിംഗ് സ്റ്റുഡൻറ്റ് നിങ്ങളിത് എപ്പോഴാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് പഠിക്കുന്നത്? കാരണം നമ്മുടെ മുന്നിൽ വരുന്ന പേഷ്യൻസിൻ്റെ നോർമൽ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഓരോ നഴ്സിൻ്റെയും ഉത്തരവാദിത്തമാണ്. സോ വി ഷുഡ് നോ അബൌട്ട് ദ normal functions of nutrients and in which food it will be available, how we can correct nutritional disorders. അതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ബയോകെമിസ്ട്രിയും ന്യൂട്രീഷനും എന്നുള്ള 2 സബ്ജക്റ്റ് കംപ്ലീറ്റ്ലി നമ്മൾ ന്യൂട്രിയൻസിനെ കുറിച്ചും ന്യൂട്രീഷനെ കുറിച്ചും തന്നെയാണ് പഠിക്കുന്നത്. നമ്മൾ ആഹാരം കഴിക്കുന്നു, അതിലൂടെ ആഹാരം എന്ത് സംഭവിക്കുന്നു, ഏതൊക്കെ ആഹാരങ്ങളിൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ന്യൂട്രിയൻസ് കാണുന്നു, നമുക്കത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് എങ്ങനെയാണ് അബ്സോർവ് ചെയ്യുന്നത്. കാരണം ഒരു ന്യൂട്രിയൻറ്റ് സ്റ്റൊമക്കിൽ അബ്സോർവ് ചെയ്യുമെങ്കിൽ ഒരു ന്യൂട്രിയൻസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലായിരിക്കും അബ്സോർവ് ചെയ്യുന്നത്, ഒരു ന്യൂട്രിയൻറ്റ് ലാർജ് ഇൻറ്റസ്റ്റൈനിലായിരിക്കും അബ്സോർവ് ചെയ്യുന്നത്. സോ അത് ഓരോന്നും എവിടെയാണ് ഏത് മെക്കാനിസത്തിലൂടെയാണ് അബ്സോർവ് ചെയ്യുന്നത്, അതെന്തിനാണ് നമ്മൾ അറിയുന്നത്, ഇതെവിടെയാണ് അബ്സോർവ് ചെയ്യുന്നത്? ചില ആൾക്കാർക്ക് ആ ന്യൂട്രിയൻസ് അവർ നോർമലി കഴിച്ചിട്ടും അവരുടെ ശരീരത്തിന് അളവ് അതിൻ്റെ നോർമൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കാരണം കഴിക്കുന്ന ഫുഡിൽ നിന്നും അതെവിടെയാണോ അബ്സോർവ് ചെയ്യേണ്ടത് അവിടെയുള്ള ചില ഡിസോർഡേഴ്സ് കാണും, ചില ഡിസീസസ് കാരണം അതവിടെ അബ്സോർബ് ആകുന്നില്ല. ഇറ്റ് വിൽ ബി എക്സ്ക്രീറ്റഡ് ത്രൂ ദ സ്റ്റൂൾ. അത് കഴിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നു, പുറത്ത് പോകുന്നു. അപ്പോൾ നമുക്ക് ഈ ഡിസീസസ് പഠിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുക്കണമെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അത് അബ്സോർബ് ചെയ്യുന്നത്, ഏത് ന്യൂട്രിയൻ്റ് അബ്സോർബ് ചെയ്യണമെങ്കിലും മറ്റെന്തെങ്കിലും ഫുഡിൻ്റെ ഹെൽപ്പ് അവിടെ ആവശ്യമുണ്ടോ? ചില ന്യൂട്രിയൻസ് അങ്ങനെയുണ്ട്, ചില ന്യൂട്രിയൻസ് കഴിക്കുമ്പോൾ അതിനൊപ്പം മറ്റൊരു മിനറൽ കൂടെ കഴിക്കണം, എന്നാൽ മാത്രമേ ഈ ഒരു വിറ്റമിൻ അബ്സോർബ് ആകത്തുള്ളൂ. ആ ഒരു വിറ്റാമിൻ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ അതവിടെ അബ്സോർബ് ആകത്തില്ല. അങ്ങനെ ചില ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിലുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സസ് എല്ലാം കിട്ടും. ഇവിടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ കോമൺ ആയിട്ടുള്ള എല്ലാ ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്, ഈ ഒരു ഡിസോർഡേഴ്സിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മറ്റൊരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ലൈഫ് ലോങ് ആസ് എ നേഴ്സ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴും നിങ്ങളൊരു നേഴ്സായിട്ടൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുമ്പോഴും അല്ലെങ്കിൽ മറ്റൊരു പുറം രാജ്യത്തോട്ട് പോകുന്ന എക്സാംസ് എഴുതുമ്പോഴും ഒക്കെ യൂസ്ഫുൾ ആകുന്ന, അതിനെല്ലാം പ്രിപ്പറേഷനും അല്ലെങ്കിൽ കരിയറിലും ഒക്കെ യൂസ്ഫുൾ ആകുന്ന ഒരുപാട് വീഡിയോസ് ഫ്രീ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ കംപ്ലീറ്റ് നിങ്ങളുടെ സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സും നോട്ട്സും ഓരോ ചാപ്റ്ററിലും യൂണിവേഴ്സിറ്റി എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും MCQസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സസും അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചും പഠിക്കേണ്ട സാധനങ്ങളെല്ലാം തരികയും ചെയ്യും, മെറ്റീരിയൽസ് എല്ലാം തരികയും ചെയ്യും. ഓക്കെ, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ക്ലാസ്സിലോട്ട് പോവുകയാണ്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്. അപ്പോൾ ന്യൂട്രീഷൻ്റെ ക്ലാസിഫിക്കേഷൻസും ന്യൂട്രീഷനും ഹെൽത്തും തമ്മിലുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് യൂണിറ്റുകളിൽ, അതായത് ന്യൂട്രീഷൻ്റെ ഫസ്റ്റ് യൂണിറ്റുകളിൽ പഠിക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, പ്രോട്ടീൻസിനെ കുറിച്ചൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, ലിപ്പിഡ്സിനെ കുറിച്ചൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, വിറ്റാമിൻസ്, മിനറൽസ്, അങ്ങനെ ഓരോരോ ചാപ്റ്റർ സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഞാനത് എല്ലാത്തിൻ്റെയും കൂടെ ചേർത്തിട്ട് ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്. അപ്പോൾ എന്താണ് ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? A nutritional deficiency occurs when the body does not absorb, okay, understood, or get from the food the necessary amount of
എ ന്യൂട്രിയൻ. ഒന്നുകിൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ അതിനാവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഇല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർ, പല ന്യൂട്രിയൻസും ധാരാളമായി കാണപ്പെടുന്നത് നോൺ വെജ് അല്ലെങ്കിൽ നമ്മുടെ അനിമൽ ഫുഡുകളിലാണ്. എന്നാൽ ചില ആളുകളുടെ കസ്റ്റം അല്ലെങ്കിൽ കൾച്ചറിന്റെ ഭാഗമായിട്ട് അവരെന്ത് കഴിക്കാറില്ല, നോൺ വെജ് ഫുഡ് കഴിക്കാറില്ല. സോ ദേ ആർ മോർ പ്രോൺ ടു ഗെറ്റ് സം ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്. അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അവരുടെ ഡയറ്റിൽ ചൂസ് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ ആ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ആവശ്യത്തിൻ്റെ അളവിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ന്യൂട്രിയൻസ് മറ്റെന്തെങ്കിലും ഡിസോർഡേഴ്സ് കാരണം, നമ്മുടെ ശരീരത്തിലുള്ള ഡിസോർഡേഴ്സ് കാരണം, ഡിസീസസ് കാരണം അബ്സോർബ് ആകാതിരിക്കുകയോ ചെയ്താൽ നമുക്ക് എന്തുണ്ടാകുന്നു, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നു. അപ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി മാത്രമല്ല ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത് കൂടിയാലും ഹൈപ്പർ ന്യൂട്രീഷൻ ആയാലും, ഹൈപ്പർ വിറ്റമിനോസിസ് ആയാലും, ഹൈപ്പർ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഹൈപ്പർ ഗ്ലൈസീമിയ എന്നാണ് പറയുന്നത്. അതുപോലെ ഹൈപ്പർ പ്രോട്ടീൻ, ഇതിൽ ഇങ്ങനെ കൂടിയാലും അത് പ്രശ്നമാണ്. എല്ലാത്തിനും ഒരു നോർമൽ ലെവലുണ്ട്, അതിൽ തന്നെ നിൽക്കണം. കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അപ്പം നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഡെഫിഷ്യൻസീസ് ക്യാൻ ലീഡ് ടു വെറൈറ്റി ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ്. ഇങ്ങനെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസിലും കുറവ് വന്നാൽ അതൊരു ലോങ് പീരീഡിലോട്ട് ആ കുറവ് മെയിൻറ്റെയിൻ ചെയ്താൽ എന്ത് സംഭവിക്കാം, നമുക്ക് പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാം. എക്സാമ്പിൾ ലൈക്ക് ഡൈജഷൻ പ്രോബ്ലംസ്, സ്കിൻ പ്രോബ്ലംസ്, സ്റ്റണ്ടഡ് ഓർ ഡിഫക്റ്റീവ് ബോൺ ഗ്രോത്ത് ഓർ ഈവൻ ഡിമെൻഷ്യ. ഇത് മാത്രമല്ല ഒരുപാട് ഡിസീസസ് ഉണ്ട്. അപ്പോൾ നമ്മളതിൽ കുറേയൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എന്താണ് ഡെഫിഷ്യൻസി എന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു ചാപ്റ്ററാണ് ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് ചെയ്യുന്നത്, എപ്പോഴാണോ കാർബോഹൈഡ്രേറ്റ് പഠിക്കുന്നത് അപ്പോൾ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഇവിടെ പഠിപ്പിക്കും. കാരണം അപ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴാണോ വിറ്റമിൻസ് പഠിക്കുന്നത് അവിടെ വിറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് പഠിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം? 10 മാർക്കിന്. നിങ്ങൾക്കറിയാം ബയോകെമിസ്ട്രി ന്യൂട്രീഷനും ടോട്ടലി 75 മാർക്കിന്, ബയോകെമിസ്ട്രി 25 മാർക്സിനും ന്യൂട്രീഷൻ 50 മാർക്സിനുമാണ് ചോദിക്കുന്നത്. സോ ബയോകെമിസ്ട്രിയിൽ അവിടെ 10 മാർക്ക് ക്വസ്റ്റ്യൻ ഇല്ല, ഒൺലി മാക്സിമം 5 to 1 ഈ ഒരു റേഞ്ചാണ്. എന്നാൽ ന്യൂട്രീഷനിലാണ് 10 മാർക്കിൻ്റെ എസ് എ ചോദിക്കുന്നത്. അവിടെ 10 മാർക്കിൻ്റെ എസ് എയിൽ ചോദിക്കാൻ പറ്റുന്ന പല ടൈമിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്. അപ്പോൾ ഇതിൽ ടോട്ടലി എല്ലാ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സും കൂടെ കമ്പൈൻ ചെയ്ത് 10 മാർക്കിന് ചോദിക്കാം. ഇല്ലെങ്കിൽ ഇതിലുള്ള ഓരോ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സും, എക്സാമ്പിൾ PEM പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ 5 മാർക്കിന് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ഡിസോർഡറാണ്. കോഷിയോർക്കർ എന്ന് പറഞ്ഞ് മാത്രം, അല്ലെങ്കിൽ കോഷിയോർക്കർ മരാസ്മസ് 5 മാർക്കിന് ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ കോഷിയോർക്കർ ആൻഡ് മരാസ്മസ് 2 മാർക്കിന് ചോദിക്കാം. ഇതുപോലെ മറ്റ് എല്ലാ വിറ്റമിനും എല്ലാം ഓരോ വിറ്റമിൻസിൻ്റെയും ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് എന്ത് ചോദിക്കാം, 2 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാം. സെപ്പറേറ്റ് ആയിട്ട് ഓൾ ടുഗദർ 10 മാർക്കിന് ചോദിക്കാം. PEM മാത്രം 5 മാർക്കിന് ചോദിക്കാം. കോഷിയോർക്കർ മരാസ്മസ് 5 മാർക്കിന് ചോദിക്കാം. അതല്ലാതെ ഓരോ ഡിസോർഡേഴ്സും, അതായത് സ്കർവി ഉണ്ട്, റിക്കറ്റ്സ് ഉണ്ട്, ബെറിബെറി ഉണ്ട്, ഇങ്ങനെയുള്ള പെലാഗ്ര ഉണ്ട്, ഇങ്ങനെ പല ഡിസോർഡേഴ്സ് ഉണ്ട്. ഇതെല്ലാം 2 മാർക്കിനും 1 മാർക്കിനും ക്വസ്റ്റ്യൻസ് വരാവുന്ന ചാപ്റ്ററാണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറും ഉണ്ട്. സോ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ ചാപ്റ്റർ പഠിക്കാം. ഇനി നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന സമയത്താണെങ്കിൽ പോലും അവിടെ എല്ലാ എക്സാമിനും ഉറപ്പായിട്ടും മസ്റ്റായിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡറിൽ നിന്ന് ചോദിക്കാറുണ്ട്. സോ യു ഹാവ് ടു ഗെറ്റ് തറൗ നോളജ് ഓൺ ദിസ് ടോപ്പിക്. ആൻഡ് ഇൻഅഡിക്വേറ്റ് സപ്ലൈ ഓഫ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആൻഡ് നോൺ എസെൻഷ്യൽ ന്യൂട്രിയൻസ്. എന്താണ് എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആഹാരത്തിലൂടെ കഴിച്ച് അതിലൂടെ നേടിയെടുത്താൽ മാത്രം നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ന്യൂട്രിയൻസ്, അതിനെ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നാണ് പറയുന്നത്. എന്നാൽ എന്താണ് നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ കഴിച്ചില്ല എങ്കിലും നമ്മുടെ ശരീരത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില അമിനോ ആസിഡുകളും ചില ഫാറ്റി ആസിഡുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല,
കഴിച്ചില്ലെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും. കഴിക്കണം, കഴിക്കണ്ട എന്നല്ല പറയുന്നത്, കഴിക്കണം. പക്ഷേ ഇനി കഴിച്ചില്ല എങ്കിലും, അത് നമ്മുടെ ആഹാരത്തിലൂടെ കിട്ടിയില്ല എങ്കിലും നമ്മുടെ ശരീരത്തിൽ അത് സ്വയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില ന്യൂട്രിയൻസ് ഉണ്ട്. അവയെ നോൺ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആൻഡ് നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആൻഡ് നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ വ്യത്യാസം, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? So, inadequate supply of essential nutrients, example, vitamins and minerals in the diet resulting in malnutrition or ഡിസീസ്. ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് നമുക്ക് ഡയറ്റിലൂടെ കിട്ടിയില്ല എങ്കിൽ നമുക്ക് അതെന്തുണ്ടാക്കുന്നു? മാൽ ന്യൂട്രീഷനോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിസീസസോ ഉണ്ടാക്കുന്നു. ഇതിനെയാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ രീതിയിലാണ് ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ് ഉള്ളത്? പ്രധാനമായിട്ട് ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സിനെ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് അണ്ടർ ന്യൂട്രീഷൻ, മറ്റൊന്ന് സ്പെസിഫിക് ഡെഫിഷ്യൻസി, ഓവർ ന്യൂട്രീഷൻ, ഇംബാലൻസ്. അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ അല്ലെങ്കിൽ ലോ എന്നുള്ള അർത്ഥം. പെത്തോളജിക്കൽ സ്റ്റേറ്റ് റിസൾട്ടിംഗ് ഫ്രം ദ കൺസംഷൻ ഓഫ് an inadequate quantity of food over an extended period of time. ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ഒരു പീരീഡ് ഓഫ് ടൈമിൽ, ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ നമ്മളെ അത് എന്തിലെത്തിക്കും? അണ്ടർ ന്യൂട്രീഷനിലോട്ട് എത്തിക്കും. നെക്സ്റ്റ്, എന്താണ് സ്പെസിഫിക് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ റിക്കറ്റ്സ്, സ്കർവി, പെലാഗ്ര, ബെറിബറി, ഇതൊക്കെ പർട്ടിക്കുലർ വിറ്റാമിൻസ് അല്ലെങ്കിൽ മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി മാത്രം കാരണമായിട്ട് ഉണ്ടാകുന്നത്. അതായത് ബാക്കി എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിലുണ്ട്, എന്നാൽ ഈ ഒരു ന്യൂട്രിയൻ്റ് മാത്രം എന്ത് ചെയ്യുന്നു? അവിടെ കുറവ് വരുന്നു. അങ്ങനെ അബ്സൊല്യൂട്ട് ഓർ റിലേറ്റീവ് ലാക്ക് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ന്യൂട്രിയൻ, ഒരു പ്രത്യേകതരം ന്യൂട്രിയൻ്റ് മാത്രം ഡെഫിഷ്യൻസി ഉണ്ടാകാം. പക്ഷേ അതിന് അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ സ്കിൻ പ്രോബ്ലംസ്, സ്കിന്നിനെ ബാധിക്കുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണെങ്കിൽ സ്കിൻ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഹി ഓർ ഷീ ഈസ് വെരി ഹെൽത്തി. മനസ്സിലായോ? അങ്ങനെയും ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ് ഉണ്ടാകാറുണ്ട്. നെക്സ്റ്റ്, ഓവർ ന്യൂട്രീഷൻ. അപ്പോൾ ഞാൻ അണ്ടർ ന്യൂട്രീഷൻ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് വളരെയധികം കൂടുന്നു. അങ്ങനെയാണെങ്കിൽ ഓവർ കൺസംഷൻ ഉണ്ടാകുന്നു. അതിനെന്ത് പറയുന്നു? ഓവർ ന്യൂട്രീഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ഇംബാലൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഇംബാലൻസ്? അതായത് നമുക്ക് വേണ്ട ആഹാരങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ, പക്ഷേ നമുക്ക് നോർമൽ എമൗണ്ട് ഫുഡും മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ. പക്ഷേ അവിടെ ഓരോ എസെൻഷ്യൽ ന്യൂട്രിയൻസും ആവശ്യത്തിനുള്ള അളവിനല്ല അതിനകത്ത് കാണുന്നത്. നമ്മൾ ഓരോ ന്യൂട്രിയൻസും പഠിക്കുമ്പോൾ അവിടെ വിറ്റാമിൻ എ ഒരു ദിവസം എത്ര വേണം, നോർമലായിട്ടുള്ളൊരു വ്യക്തിക്ക് എത്ര വേണം, കുട്ടികൾക്ക് എത്ര വേണം, പ്രഗ്നൻറ്റ് വുമണിന് എത്ര വേണം, ജീറിയാട്രിക്കിന് എത്ര വേണം, ഇതൊക്കെ നമ്മളവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറക്റ്റ് പ്രൊപ്പോർഷൻ, അതായത് കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള അളവിന് മതി, അതിൽ കൂടേണ്ട ആവശ്യമില്ല. അഡൽട്ടിന് ആവശ്യമുള്ള അളവിന് മതി, അതിൽ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. എന്നാൽ അഡൽട്ട് ഏജിൽ തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അവിടെ കുറച്ചുകൂടി അഡീഷണൽ ന്യൂട്രിയൻസ് വേണ്ടി വരുന്നു. സോ ആ ഒരു കറക്റ്റ് പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യാതെ വന്നാൽ അതിനെ എന്ത് പറയും? ഇംബാലൻസ് എന്നാണ് പറയുന്നത്. അണ്ടർ ന്യൂട്രീഷൻ, സ്പെസിഫിക് ഡെഫിഷ്യൻസി, ഓവർ ന്യൂട്രീഷൻ, ഇംബാലൻസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഓരോ പർട്ടിക്കുലർ ഡിസീസസിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മളിവിടെ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പ്രാവശ്യവും 5 മാർക്കിനും 10 മാർക്കിൻ്റെ ഒരു പാർട്ടായിട്ട് അതിൽ തന്നെ 5 മാർക്കിന് പ്രത്യേകിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ഡിസീസാണ്, ഒരു ന്യൂട്രീഷണൽ ഡിസോർഡറാണ് പ്രോട്ടീൻ എനർജി മാൾ ന്യൂട്രീഷൻ അല്ലെങ്കിൽ PEM. അങ്ങനെയും പറയാറുണ്ട്. നമ്മൾ ഷോർട്ട് ഫോം കൂടെ മനസ്സിലാക്കി വെക്കുക. ചില യൂണിവേഴ്സിറ്റികളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോട്ടീൻ എനർജി മാൾ ന്യൂട്രീഷൻ എന്ന് ചോദിക്കാതെ PEM 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കും, അയ്യോ എന്താ ഈ പെം എന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ലല്ലോ. പക്ഷേ ആക്ച്വലി നിങ്ങൾ പ്രോട്ടീൻ എനർജി മാൾ ന്യൂട്രീഷൻ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ അവിടെ ആ ക്വസ്റ്റ്യൻ അവിടെ ലീവ് ചെയ്തിട്ട് വരികയാണ് കുട്ടികൾ ചെയ്യാറ്. അപ്പം അങ്ങനെ വരരുത്. ഇതാണ് അർത്ഥം, പ്രോട്ടീൻ എനർജി മാൾ ന്യൂട്രീഷൻ. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആ വേർഡിൽ തന്നെ ഉണ്ട് മാൾ ന്യൂട്രീഷനാണ്. യെസ്, ഇംബാലൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രോട്ടീനും ഇംബാലൻസ് വരുന്നു, എനർജിയും ഇംബാലൻസ് വരുന്നു. അപ്പോൾ പ്രോട്ടീൻ ഒരു ന്യൂട്രിയൻ്റ് ആണ്. അടുത്തത് എനർജി റിക്വയർമെൻറ്റ് കുറയുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഒരു ഇംബാലൻസ് വന്നത്? ദാറ്റ് ഈസ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഇംബാലൻസ് വരിക അല്ലെങ്കിൽ മാൾ ന്യൂട്രീഷൻ വരുന്ന
കണ്ടീഷനെയാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇതിനെ പ്രോട്ടീൻ എനർജി അണ്ടർ ന്യൂട്രീഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം PEU എന്നായി മാറുന്നു. It is a form of malnutrition that is defined as a range of pathological conditions arising from coincident lack of dietary protein and or energy calories in varying proportion. അതായത് ആഹാരത്തിലൂടെയുള്ള പ്രോട്ടീൻ, ഡയറ്ററി പ്രോട്ടീൻ കുറയുന്നു, അത് മാത്രമോ അല്ലെങ്കിൽ ഒപ്പം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറഞ്ഞിട്ട് എനർജി പ്രൊഡക്ഷനും കുറയുകയോ ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ കൂടെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എനർജി മീറ്റ് ചെയ്യുന്നതിൽ മേജർ പോർഷനും മീറ്റ് ചെയ്യുന്നത് ആരാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. കാരണം കാർബോഹൈഡ്രേറ്റ് ഡയറക്റ്റ്ലി അവിടെ ഗ്ലൂക്കോസ് ഫോമിലാണ് നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എനർജി പ്രൊഡക്ഷൻ, ഗ്ലൈക്കോലൈസിസ് അല്ലെങ്കിൽ ക്രബ് സൈക്കിൾ എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ അവിടെ എനർജി പ്രൊഡക്ഷൻ ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ATP എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. എനർജിയുടെ കറൻസിയെ നമ്മൾ കാശിന് എങ്ങനെ പറയും? 1 രൂപ, 2 രൂപ, 3 രൂപ എന്ന് പറയും പോലെ നമ്മുടെ ശരീരത്തിൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എനർജിയുടെ കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ എനർജി ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മേജർ റോളും കാർബോഹൈഡ്രേറ്റ് ആണ്. കാരണം ഈസിലി അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ്ലി അതിനവിടെ ഗ്ലൈക്കോലൈസിസും ക്രബ് സൈക്കിളിലും കൂടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഉള്ള പേഷ്യൻസിന് ഒന്നുകിൽ പ്രോട്ടീൻ അളവ് കുറയുന്നു, അല്ലെങ്കിൽ ഒപ്പം എനർജി അളവ് കുറയുന്നു, അല്ലെങ്കിൽ എനർജി അളവ് മാത്രം കുറയുന്നു. അപ്പോൾ ഇതിനെയാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ തന്നെ അതിൻ്റെ സിവിയാരിറ്റി അനുസരിച്ച് പല ടൈപ്സ് ഉണ്ട്. ഒന്ന് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഡിഗ്രീസ്, 3 ലെവല്. അതുപോലെ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനെ നമ്മൾ പ്രധാനമായിട്ട് അതിൻ്റെ സിംറ്റംസ് അനുസരിച്ച് എല്ലാ കുട്ടികളും അല്ലെങ്കിൽ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഉള്ള എല്ലാ വ്യക്തികളും ഒരേ സിംറ്റംസ് അല്ല കാണിക്കുന്നത്. പ്രധാനമായിട്ട് അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട 2 വേർഡാണ്. ഒന്ന് കോഷ്യോർക്കർ, മറ്റൊന്ന് മരാസ്മസ്. ചില കുട്ടികളിൽ കോഷ്യോർക്കറിൻ്റെ സിംറ്റംസ് ആയിരിക്കും കാണുന്നത്, ചില ആൾക്കാരിൽ മരാസ്മസിൻ്റെ സിംറ്റം ആയിരിക്കും കാണുന്നത്. എന്നാൽ മറ്റു ചിലരിൽ ഈ 2 ഡിസീസിൻ്റെയും സിംറ്റംസ് കമ്പൈൻഡ് ആയിട്ട് കാണുന്നു, മരാസ്മിക്, കോഷ്യോർക്കർ. അപ്പോൾ നമുക്ക് എന്താണ് കോഷ്യോർക്കർ എന്ന് നോക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് കൂടെ ഓർക്കുക, അതും ക്വസ്റ്റ്യന് ചോദിക്കാം. കോഷ്യോർക്കർ, മരാസ്മസ് എന്ന് പറഞ്ഞ 5 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ കോഷ്യോർക്കർ ആൻഡ് മരാസ്മസ് എന്ന് ചോദിക്കാം. അതിലും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് മാത്രം പറഞ്ഞും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ കുട്ടിക്ക് ഇന്ന സിംറ്റംസ് ഉണ്ട്, സോ വാട്ട് ഡിസീസ് മേ ബി, അതായത് താഴെ പറയുന്ന 4 ഓപ്ഷനിൽ ഏത് ഡിസീസ് ആയിരിക്കും കുട്ടിക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സിംറ്റംസ് ബേസ് ചെയ്ത് നമ്മൾ അത് ഏത് ഡിസീസാണെന്ന് ഡയഗ്നോസ് ചെയ്യുക അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം കോഷ്യോർക്കർ എന്താണെന്ന് നോക്കാം. കോഷ്യോർക്കർ ഈസ് ദ most common and widespread nutritional disorder in developing countries. നമ്മുടെ ഇന്ത്യ പോലെയുള്ള പല ഡെവലപ്പിംഗ് കൺട്രീസിൽ, ഇന്ത്യ മാത്രമല്ല ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെ ഇന്നും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ന്യൂട്രീഷൻ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്, ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് കോഷ്യോർക്കർ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ദിവസവും മുട്ട കൊടുക്കണം. കാരണം അവിടെ മുട്ടയിൽ നിറയെ കംപ്ലീറ്റ് പ്രോട്ടീനാണ്. സോ കുട്ടികളുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഓരോ മുട്ടയിലുമുണ്ട്. അപ്പോൾ ഒരു മുട്ട വെച്ച് എല്ലാ ദിവസവും കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയുന്നതിന് കാരണം ഈ കോഷ്യോർക്കർ, മരാസ്മസ് പോലുള്ള ഡിസീസസ് വരാതെ തടയാനാണ്. ഓക്കെ, അപ്പം ഡെവലപ്പിംഗ് കൺട്രീസിൽ കൂടുതലായിട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ് ആണ് കോഷ്യോർക്കർ. ഇറ്റ് ഈസ് കോസ്ഡ് ഓർ ഇറ്റ് ഈസ് ഫോം ഓഫ് മാൽന്യൂട്രീഷൻ കോസ്ഡ് ബൈ നോട്ട് ഗെറ്റിംഗ് ഇനഫ് പ്രോട്ടീൻ ഇൻ ദ ഡയറ്റ്. മനസ്സിലായല്ലോ, കോഷ്യോർക്കർ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് അല്ല. ഇവിടെ കഴിക്കുന്ന ആഹാരത്തിൽ പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് കോഷ്യോർക്കർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതും 1 വേർഡായിട്ട് ചോദിക്കാവുന്നതാണ്. വിച്ച് ന്യൂട്രിയൻറ്റ് ഈസ് ലെസ് അല്ലെങ്കിൽ നോട്ട് ഗെറ്റിംഗ് ഫോർ ദി കോഷ്യോർക്കർ ചൈൽഡ്. അപ്പോൾ പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്ന 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് പ്രോട്ടീൻ.
എന്താണ് ഇതിന്റെ കാരണങ്ങൾ? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് പ്രോട്ടീൻ കിട്ടാത്തത്? വെരി ലോ പ്രോട്ടീൻ ബട്ട് വിത്ത് കലോറിക് ഫ്രം കാർബോഹൈഡ്രേറ്റ്, അതായത് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ. നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങളാണ്. അരി, ഗോതമ്പ്, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങളാണ്. അപ്പം നമ്മൾ ഈ ഒരു അരി ആഹാരം മാത്രം കഴിക്കുമ്പോൾ കുട്ടികൾക്ക് അവിടെ എന്തുണ്ടാവും? ലോ പ്രോട്ടീൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേപ്പിൾ ഫുഡ്, ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റാർച്ചി ഫുഡ് മെയിൻ സ്റ്റേപ്പിൾ ഫുഡായിട്ട് എടുക്കുന്ന സ്ഥലങ്ങളിൽ ഇത് കൂടുതലായിട്ടുണ്ടാകുന്നു. അതുപോലെ നെവർ എക്സ്ക്ലൂസീവ്ലി ഡയറ്ററി, അതായത് നമ്മൾ ഡയറ്റിൽ കൂടുതലായിട്ട് പ്രാധാന്യം പ്രോട്ടീന് കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴും ഈ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ കോഷിയോർക്കർ ഉണ്ടാകാം. ഇനി കോഷിയോർക്കർ ഉള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആളുകളിൽ ഉണ്ടാകുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് കോമൺ ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എഡിമ ഡയഗ്നോസ്റ്റിക് സൈൻ ആണ്. എഡിമ, മസിൽ വേസ്റ്റിംഗ്, സൈക്കോമോട്ടോർ ചേഞ്ചസ്, പിന്നെ ഹെയർ ചേഞ്ചസ് ഉണ്ടാകും, ഡിഫ്യൂസ് ഡി പിഗ്മെൻറ്റേഷൻ ഓഫ് സ്കിൻ ഉണ്ടാകും, മൂൺ ഫേസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മൂൺ ഫേസ് ഉണ്ടാകും, മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകും, എഡിമ ഉണ്ടാകും, അനീമിയ ഉണ്ടാകും. പിന്നെ ഒക്കേഷണലി ചില ആൾക്കാരിൽ മാത്രമുള്ള സൈൻ ഫ്ലക്കി പെയിൻറ്, റാഷസ്, ഹെപ്പറ്റോമെഗാലി, ഇത് അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റു സിംറ്റംസും. ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? എഡിമ, മസിൽ വേസ്റ്റിംഗ്, സൈക്കോമോട്ടോർ ചേഞ്ചസ്, ഹെയർ ചേഞ്ചസ്, ഡിഫ്യൂസ് ഡീപിഗ്മെൻറ്റേഷൻ ഓഫ് സ്കിൻ, മൂൺ ഫേസ്, അനീമിയ, ഫ്ലേക്കി പെയിൻ റാഷ്, ഹെപ്പറ്റോമെഗാലി ആൻഡ് അസോസിയേറ്റഡ് സിംറ്റംസ്. അപ്പോൾ ഇത്രയുമാണ് കോഷിയോർക്കറിനെ കുറിച്ച് മിനിമൽ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഞാനിവിടെ ചുരുക്കിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്, കാരണം നിങ്ങൾക്ക് ഈ ഒരു ബേസ് വെച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ്, മരാസ്മസ്. എന്താണ് മരാസ്മസും കോഷിയോർക്കറിൽ നിന്നുള്ള വ്യത്യാസം എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയുടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പിക്ചർ കണ്ടാൽ അറിയാം എങ്ങനെയായിരിക്കും കോഷിയോർക്കറൊക്കെ മരാസ്മസൊക്കെ ഉള്ള കുട്ടികളുടെ രൂപം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അവിടെ മസിൽ വേസ്റ്റിംഗ്, കംപ്ലീറ്റ്ലി മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകുന്നു. കുട്ടികൾക്ക് മൂൺ ഫേസ് ആയിരിക്കാം, പിന്നെ സ്വെല്ലിംഗ് ഉണ്ടാകാം, സൈക്കോമോട്ടോർ ചേഞ്ചസ് ഉണ്ടാകുന്നു, റാഷസ് ഉണ്ടാകുന്നു, സ്കിൻ കളർ കുറയുന്നു, ഹെയർ ചേഞ്ചസ് വരുന്നു. ഇതെല്ലാം പ്രധാനമായിട്ട് ഉണ്ടാകുന്ന സിംറ്റംസ് ആണ്. മരാസ്മസ് ഈസ് എ സിവിയർ ഫോം ഓഫ് മാൽന്യൂട്രീഷൻ that consists of the chronic wasting away of fat, അതായത് മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകുന്നു, ഫാറ്റ് കംപ്ലീറ്റ്ലി ഇല്ലാതാകുന്നു. മസിലിൽ മാത്രമല്ല കംപ്ലീറ്റ് ബോഡിയിൽ അവിടെ ഫാറ്റ് ടിഷ്യൂസ് കുറയുന്നു. മാൽന്യൂട്രീഷൻ occurs when the body does not get enough protein and കലോറി. ഇവിടെ പ്രോട്ടീൻ മാത്രമല്ല, പ്രോട്ടീനും കലോറിയും കാർബോഹൈഡ്രേറ്റും കുറയുന്നു. അതുകൊണ്ടാണ് മരാസ്മസ് ഉണ്ടാകുന്നത്. This lack of nutrition can range from shortage of certain vitamins to complete starvation. ചില പ്രത്യേകതരം ന്യൂട്രിയൻസിൻ്റെ കുറവുകൾ മാത്രം തുടങ്ങി കംപ്ലീറ്റ് പട്ടിണിയിലോട്ട് ഉള്ള ആൾക്കാർക്കാണ് ഈ ഒരു രോഗം ഉണ്ടാകുന്നത്. മരാസ്മസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സീരിയസ് ഫോം ഓഫ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഇൻ ദ വേൾഡ്. ഏറ്റവും സിവിയർ ആയിട്ടുള്ള പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനാണ് മരാസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ബാലൻസ്ഡ് സ്റ്റാർവേഷൻ. ഈ പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ട്, ഡയറ്റ് ആഹാരം വെയിറ്റ് കുറയ്ക്കാനും സുന്ദരിയാകാനും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും? ഇതുപോലെയുള്ള പ്രോബ്ലംസിൽ കൊണ്ടെത്തിക്കും. ബ്രസ്റ്റ് മിൽക്ക്, ആവശ്യത്തിനുള്ള ബ്രസ്റ്റ് മിൽക്ക് കുട്ടികൾക്ക് കിട്ടിയില്ല. ഡൈല്യൂട്ട് ആയിട്ടുള്ള വെള്ളം ചേർന്നിട്ടുള്ള മിൽക്കാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഹൈജീൻ, അല്ലെങ്കിൽ ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഫാക്ടറുകളും ഈ ഒരു മരാസ്മസിന് കാരണമാകാം. ഇതിലും ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണ്? മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകുന്നു, ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാകുന്നു, മെൻ്റൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. എന്നാൽ ഇവിടെ എഡിമ ഇല്ല. ചിലപ്പോൾ സബ് നോർമൽ ടെമ്പറേച്ചറും സ്ലോ PR-ഉം അതിൽ ഗുഡ് അപ്പിറ്റൈറ്റും ഓഫൺ വിത്ത് ഡയേറിയയും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, എന്താണ് മരാസ്മിക് കോഷിയോർക്കർ? അപ്പം ഞാൻ പറഞ്ഞു PM 3 ടൈപ്പ് ഉണ്ട്: കോഷിയോർക്കർ, മരാസ്മസ്, മൂന്നാമത് മരാസ്മിക് കോഷിയോർക്കർ. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത നോക്കാം. എ മാൽ ന്യൂട്രീഷൻ ഡിസീസ് primarily of children resulting from the deficiency of both calories and protein. The condition is characterized by severe tissue wasting, dehydration, loss of subcutaneous tissue, subcutaneous fat, lethargy, growth retardation. അതായത് ഈ രണ്ട് ഡിസീസിൻ്റെയും സിംറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്നു. ഇതാണ് മരാസ്മിക് കോഷിയോർക്കർ എന്ന്
പറയുന്നത്. ഇനി ഇതിന് നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം? ആംബിസിലിൻ IV ഫോർ അറ്റ്ലീസ്റ്റ് 2 days ഓറലി അമോക്സിസിലിന് കൊടുക്കാറുണ്ട്. IV ജെൻഡാമൈസിൻ ഓർ അമീകാസിൻ ഫോർ 7 days. കാരണം ഇൻഫെക്ഷൻസ് ഒന്നും ഡെവലപ്പ് ചെയ്തിരിക്കുക, കാരണം കംപ്ലീറ്റ്ലി ഇമ്മ്യൂണിറ്റി നശിച്ചിരിക്കുകയായിരിക്കും. ഇഫ് നോ ഇംപ്രൂവ്മെൻറ്റ് വിത്തിൻ 48 hours IV സെഫോട്രാക്സിമോ സെഫ്ട്രിയാക്സോണോ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇനി ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? എന്താണോ ഇതിൻ്റെ കാരണങ്ങൾ അതിനെല്ലാം നമ്മൾ തടയുക. ഫോളോ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ലൈക്ക് ഹാൻഡ് ഹൈജീൻ, മീസൽസ് വാക്സിൻ കൊടുക്കുക, പിന്നെ അതുപോലെ പേഷ്യൻറ്റ് പ്രോപ്പറായിട്ടുള്ള എല്ലാ ഇമ്മ്യൂണൈസേഷൻസും കൊടുക്കുക, പ്രോട്ടീൻ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ന്യൂട്രീഷണൽ ഡിസോർഡറാണ് ഒബീസിറ്റി. ഇത്രമാത്രം പോരാ കോഷിയോർക്കർ മരാസ്മസ്. ഞാൻ ചുരുക്കി വന്നൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഡീറ്റെയിൽ ക്ലാസ്സുകൾ നമ്മൾ അല്ലാതെ പഠിക്കാം. നെക്സ്റ്റ് ഒബീസിറ്റി. എന്താണ് ഒബീസിറ്റി? എല്ലാവർക്കും അറിയാം, ഈ കുട്ടിയെ കണ്ടാൽ തന്നെ അറിയാം അല്ലേ? ഫാറ്റ് ബോയ്, ഒബീസ് ബോയ് അല്ല. ഇതിൻ്റെ കാരണം എന്തായിരിക്കും? എക്സസ് ബോഡി ഫാറ്റ്. ചൈൽഡ്ഹുഡ് ഒബീസിറ്റി ഈസ് വെൻ എക്സസ് ബോഡി ഫാറ്റ് നെഗറ്റീവ്ലി എഫക്ട്സ് എ ചൈൽഡ്സ് ഹെൽത്ത്. അതായത് കൂടുതലായിട്ടും ആൾക്കാരുടെ ഒരു വറിയാണ്, അയ്യോ എൻ്റെ കുഞ്ഞ് വണ്ണം വയ്ക്കുന്നില്ല എന്നുള്ളത്. എന്താ പറയുക, ഹെൽത്തി അല്ല എന്നാണ് അവരുടെ വിചാരം. ആക്ച്വലി തടി കൂടിയിരിക്കുന്ന ആൾക്കാരാണ് ഹെൽത്തി അല്ലാത്തത്. നോർമൽ വെയിറ്റ്, ഹൈറ്റ്, ആക്ടിവിറ്റി ലെവലൊക്കെ ഉള്ള കുട്ടിയാണ് അവിടെ വരുന്നത് ഹെൽത്തി ആയിട്ടുള്ളത്. എന്നാൽ തീരെ വെയിറ്റ് കുറയാനും പാടില്ല. പക്ഷേ വെയിറ്റ് കുറയുന്നതിനേക്കാൾ ഇല്ല എഫക്ട്സ് ഒരുപാട് വെയിറ്റ് കൂടുന്നവർക്കാണ് ഉള്ളത്. ഇനി ഇതിനുള്ള കാരണങ്ങൾ എന്താണ്? എക്സസീവ് ഫുഡിൻ്റെ കമ്പയർഡ് വിത്ത് യൂസ്, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, സൈക്കിക് ഡിസ്റ്റർബൻസ്, എൻഡോക്രൈൻ ആൻഡ് മെറ്റബോളിക് ഡിസ്റ്റർബൻസസ്, ഇൻസഫിഷ്യൻറ്റ് എക്സസൈസ് ഓർ ലാക്ക് ഓഫ് ആക്ടിവിറ്റി. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നതും നമ്മുടെ എക്സസൈസ് ചെയ്യാതിരിക്കുന്ന നമ്മുടെ ബോഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നോർമലി നമ്മുടെ വിശപ്പ്, നമുക്ക് സ്റ്റൊമക്കിൽ എന്താ പറയുക, നോർമലി ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാകും, നമുക്ക് വിശപ്പുണ്ടാകും, നമ്മൾ ആഹാരം കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഓരോ രീതി കാരണം നമ്മൾ ആ ശരീരത്തിന് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കാതിരുന്നാൽ ഉള്ളിലോട്ടെടുത്ത ആഹാരത്തിലൂടെ അബ്സോർവ് ചെയ്ത എല്ലാ ഗ്ലൂക്കോസും എങ്ങോട്ട് പോകും? ബ്ലഡിലോട്ട് പോകും. അത് അവിടെ ശരീരത്തിൽ അവിടെയായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ഗ്ലൂക്കോസ് പിന്നീട് കൊളസ്ട്രോളും പ്രോട്ടീനും ഒക്കെ ആയിട്ട് മാറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? പലതരത്തിലുള്ള ഡിസീസസ് ഉണ്ടാക്കും. എന്നാൽ അതേസമയം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് ആ എനർജി, വിശന്നാൽ ആഹാരം കഴിക്കും, പക്ഷെ ആ എനർജി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. റെഗുലർ എക്സസൈസും അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് നമ്മുടെ ജോലി, അങ്ങനെ തരത്തിലുള്ള ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള വർക്കായിരിക്കണം. എങ്കിൽ നമുക്ക് അത്ര ശരീരത്തിൽ അവിടെ എനർജി യൂസ് ആകുമ്പോൾ ശരീരത്തിലുള്ള ഗ്ലൂക്കോസും കൊളസ്ട്രോളും പ്രോട്ടീനും ഒക്കെ അവിടെ എനർജിക്ക് വേണ്ടി യൂസ് ചെയ്ത് നമുക്ക് അവിടെ നഷ്ടപ്പെടുത്താൻ പറ്റും. അപ്പോൾ നോർമലി ആഹാരം നമുക്ക് കഴിക്കാനും പറ്റും. ഇത് അല്ല എങ്കിൽ അവിടെ അതെന്ത് ചെയ്യും? എന്തിന് കാരണമാകും? ഒബീസിറ്റിക്ക് കാരണമാകാം. അത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ പിന്നീട് നശിപ്പിക്കും. നെക്സ്റ്റ്, അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഓർഗൻ സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം. അതുപോലെ മെറ്റബോളിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ മെറ്റബോളിക് പ്രോസസ്സുകളാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇഫ് ദർ ഈസ് എനി എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് ഓർ മെറ്റബോളിക് ഡിസ്റ്റർബൻസസ് ഇൻ അവർ ബോഡി, ഇറ്റ് വിൽ ഓൾസോ ലീഡ്സ് ടു ഒബീസിറ്റി. അതായത് നമ്മുടെ ശരീരത്തിലെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നിന്നാണ്, നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഗ്രോത്ത് ഹോർമോണാണ് ശരീരം വളരണമോ അതോ ചെറുതാകണമോ എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത്. അപ്പം അവിടെ എക്സസ് ഗ്രോത്ത് ഹോർമോൺ ഉണ്ടായാൽ എക്സസ് ഗ്രോത്തും ഉണ്ടാകും. ഇനി അതുപോലെ നമ്മുടെ മനസ്സ് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ഇഷ്യൂസ്, ഡിസ്റ്റർബൻസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതും നമ്മുടെ ശരീരം ഒബീസാകുന്നതിന് കാരണമാകും. പിന്നെ നമ്മുടെ കുടുംബം, ഫാമിലി വൈസ് നമ്മൾ ജനറ്റിക്കലി ഒബീസായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നാച്ചുറലി അടുത്ത ജനറേഷനും എന്ത് ചെയ്യും? ഒബീസായിട്ട് തന്നെ വരും. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? കുഞ്ഞിലെ മുതൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം. എക്സസൈസ് ഫുഡ് എടുക്കാതിരിക്കുക, നോർമൽ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഫുഡ് കഴിക്കുക. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, ഒബീസ് ആയിരിക്കുന്ന ആൾ എങ്ങനെയായിരിക്കും? ഫേഷ്യൽ ഫീച്ചേഴ്സ് ലൈക്ക് ഹെവി ലുക്കിംഗ് ടോളർ ചൈൽഡ് ആയിരിക്കും, ലാർജർ അപ്പർ ആംസും തയ്യുമായിരിക്കും, ജനുവാൽഗം കൂടുതലായിട്ട് ഈ കുട്ടികൾ കാണാറുണ്ട്. ജനുവാൽഗം എന്ന് പറഞ്ഞാൽ കാലിലെ ബോണുകൾക്ക് വരുന്ന ഒരു ഷേപ്പ് വ്യത്യാസമാണ് ജനുവാൽഗം. അതൊക്കെ നിങ്ങൾ പീഡിയാട്രിക്സിൽ പഠിക്കും, അവിടെ പഠിച്ചാൽ മതി. ഇവിടെ ജസ്റ്റ് മീനിങ് മാത്രം അറിഞ്ഞിരിക്കുക. ജനുവാൽഗം കോമൺ.
പിന്നെ റിലേറ്റീവ്ലി സ്മോൾ ഹാൻഡ്, കാലുകൾ നീളമുള്ളതാകും പക്ഷെ ചെറിയ കൈയും ഫിംഗർ ചെറിയ ചെറിയ വിരലുകളുമായിരിക്കും. അതുപോലെ മാമറി റീജിയനിൽ, നമ്മുടെ ബ്രസ്റ്റ് അല്ലെങ്കിൽ ചെസ്റ്റ് റീജിയനിൽ അഡിപ്പോസിറ്റി അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂസ് അടിഞ്ഞുകൂടുന്നു, കൂടുതൽ മസിൽസ് ഫാറ്റ് അടിഞ്ഞുകൂടുന്നു. പിന്നെ പെൻഡുലസ് അബ്ഡോമൻ വിത്ത് സ്ട്രയെ, ഒരുപാട് വലിയ ടമ്മി, അബ്ഡോമൻ ഒരുപാട് ഹാങ് ചെയ്ത രീതിയിൽ, അത് ആക്ച്വലി മസിലല്ല, ഫുള്ളി ഫാറ്റാണ് അവിടെ ഹാങ് ചെയ്യുന്നത്, അങ്ങനെ ഉണ്ടാകാം. പിന്നെ ബോയ്സിലാണെങ്കിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ അപ്പിയേഴ്സ് സ്മോൾ ബട്ട് ആക്ച്വലി ആവറേജ് സൈസ് ആയിരിക്കണം, എക്സ്റ്റേണൽ ജെനിറ്റാലിയ സ്മോൾ ആയിട്ട് കാണാം. ഗേൾസിലാണെങ്കിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ നോർമലും മെനാർക്കി അവിടെ ഡിലേ ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. അതുപോലെ മെനാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് മെൻസസിനെയാണ് മെനാർക്കി എന്ന് പറയുന്നത്. അത് നേരത്തെ ഉണ്ടാകാം, നമ്മുടെ ഒബീസിറ്റി കാരണം നമ്മുടെ ഒരു പ്രായം, ആ ഒരു മെനാർക്കിയുടെ ഏജ് എത്തുന്നതിന് മുന്നേ തന്നെ ആ ഒരു മെനാർക്കി സംഭവിക്കും. അതിനുശേഷം ഗ്രോത്ത് റിട്ടാർഡേഷൻ സംഭവിക്കുന്നതിനും കാരണമാകും. ഒപ്പം തന്നെ നമ്മുടെ ഒബീസ് ആകുമ്പോൾ എന്തായാലും നമുക്ക് നാണക്കേട്, ഷെയിം ഒക്കെ തോന്നും. അപ്പോൾ നമുക്ക് സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസസും ഉണ്ടാകും. ഇതൊക്കെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? എന്താണോ കാരണം അതിനെ മാറ്റുക എന്നുള്ളതാണ്. ഡയറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, വെയിറ്റ് ലോസ് മെഡിക്കേഷൻസ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മറ്റു സർജിക്കൽ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഫാറ്റൊക്കെ മാറ്റാൻ പറ്റുന്ന പലതരത്തിലുള്ള സർജിക്കൽ ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്. നെക്സ്റ്റ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസോർഡറാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ. പലതവണ 5 മാർക്കിൽ ചോദിച്ചിട്ടുള്ള ഒരു ഡിസോർഡറാണ്. അനീമിയ എന്ന് പറഞ്ഞ് മാത്രം ചോദിക്കാം, അനീമിയ പല ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറഞ്ഞ് മാത്രം ചോദിക്കാം. എന്താണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ? ഇറ്റ് ഈസ് എ ഡിസോർഡർ കോസ്ഡ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് അയൺ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അനീമിയ കോസ്ഡ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് അയൺ. അനീമിയ ഉണ്ടാകുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അതിൽ അയൺ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അയണിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അനീമിയയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത്. അനീമിയ ഈസ് ഡിഫൈൻഡ് ആസ് എ റിഡക്ഷൻ ഓഫ് ദ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഓർ റെഡ് ബ്ലഡ് സെൽ വോളിയം below the range of values occurring healthy persons. സാധാരണ ആരോഗ്യവാനായ മനുഷ്യരിൽ കാണേണ്ട ലെവലിനേക്കാൾ കുറവ് ഹീമോഗ്ലോബിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ വരുന്നു, അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിൻ്റെ വോളിയം കുറയുന്നു. കാരണം ഇത് രണ്ടും നിർമ്മിക്കണമെങ്കിൽ അവിടെ അയൺ വേണം. അയൺ ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അളവ് അവിടെ കുറയുന്നു, അങ്ങനെ അനീമിയ ഉണ്ടാകുന്നു. നെക്സ്റ്റ് ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണ്? ഡയറ്ററി ഫാക്ടേഴ്സ്, ഹെമറേജ്, ഹീമോസിഡിനൂറിയ, ഹീമോഗ്ലോബിനൂറിയ, പൾമണറി ഹീമോസിഡ്രോസിസ്. അതായത് നമ്മുടെ ശരീരത്തിൽ യൂറിനിലൂടെ ഹീമോഗ്ലോബിനും അയണും നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ പൾമണറി ഹീമോസിഡ്രോസിസ് ഉണ്ടാകുന്നു. അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള അയൺ നോർമലി അവിടെ അബ്സോർബ് ചെയ്യുന്നില്ല. അയൺ റിഫ്രാക്ടറി അയൺ ഡെഫിഷ്യൻസി അനീമിയ, ഇങ്ങനെ പല ഡിസീസസ് അസോസിയേറ്റഡ് ആയിട്ടാണ് ഈ ഒരു അയൺ ഡെഫിഷ്യൻസി അനീമിയ കാണുന്നത്. അല്ലെങ്കിൽ എക്സസ് ബ്ലീഡിങ് സംഭവിച്ചാലും അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകാം. ഇതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്: ആവറേജ് ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് ബിലോ ആവറേജ് ആകും, വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു, പെയിൽ സ്കിന്നാകും, പെയിൽ മ്യൂക്കസ് മെംബ്രെയിൻ ആകും, വിശപ്പില്ലായ്മ അനറക്സിയ ഉണ്ടാകും, ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാകും, ലിസ്ലെസ്നെസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. എന്തൊക്കെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ്? അയൺ റീപ്ലേസ് ചെയ്യുക, ഓറൽ അയൺ സപ്ലിമെൻറ്റ് 4 to 6 mg per kg per day ഓഫ് എലിമെൻ്റൽ അയൺ. അയൺ സപ്ലിമെൻറ്റ് 4 മുതൽ 6 mg വഴി 1 കിലോഗ്രാം വെയിറ്റിനും ഒരു ദിവസത്തിൽ 4-6 mg കൊടുക്കാം. റെറ്റിക്ലോസൈറ്റ് സ്റ്റാർട്സ് ടു റൈസ് ടു 3 to 4 days, HBG ആഫ്റ്റർ 4 to 5 days. After HBG normalization, continue iron therapy 1 to 2 months to replace iron stores. അവിടെ നമുക്ക് 3-4 ദിവസം കഴിയുമ്പോൾ അവിടെ റെറ്റിക്കുലോസൈറ്റ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. അവിടെ ഹീമോഗ്ലോബിൻ പിന്നെ 4-5 ദിവസം കഴിയുമ്പോൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. ഹീമോഗ്ലോബിൻ നോർമൽ ആയിക്കഴിഞ്ഞാൽ വീണ്ടും അയൺ തെറാപ്പി അവിടെ എന്ത് ചെയ്യും? നമ്മൾ 1-2 മാസം കണ്ടിന്യൂ അയൺ റീപ്ലേസ്മെൻറ്റ് തുടരുകയും വേണം. ഒപ്പം അയൺ റിച്ച് ഫുഡും കഴിക്കണം. അനിമൽ പ്രോട്ടീനിൽ അയൺ ഉണ്ട്, ഗ്രീൻ വെജിറ്റബിൾസിൽ അയൺ ഉണ്ട്, ഫോർട്ടിഫൈഡ് സെറിയൽസിൽ അയൺ, ഫോർട്ടിഫൈഡ് സെറിയൽസിലും അയൺ ഉണ്ട്. ഇത് കൂടാതെ അയൺ അവിടെ റീഅബ്സോർവ് ചെയ്യണമെങ്കിൽ അവിടെ ഫോളിക് ആസിഡും ഒപ്പം വിറ്റമിൻ സി, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വിറ്റമിൻ സിയും കൂടെ കഴിക്കുക. വിറ്റമിൻ സി ഉണ്ടെങ്കിൽ അതിൻ്റെ സാന്നിധ്യം അതിൻ്റെ അയണിൻ്റെ അബ്സോർഷൻ കൂട്ടാൻ സഹായിക്കുന്നു. ഇനി നെക്സ്റ്റ് ഉള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസാണ് അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ. ശരീരത്തിൽ
അയഡിൻ്റെ അളവ് കുറയുന്നു. അയഡിൻ എന്നുള്ള മിനറലിൻ്റെ അളവ് കുറയുന്നു. അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ ഉണ്ടാകുന്നു. അത് കാരണമുണ്ടാകുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസോർഡറാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ എഫക്റ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. കാരണം തൈറോയ്ഡ് ഗ്ലാൻഡും നോർമൽ ഫങ്ഷനിങ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡും അതിൻ്റെ നോർമൽ ഹോർമോൺ പ്രൊഡക്ഷനും ഒക്കെ എന്ത് ന്യൂട്രിയൻറ്റ് നമുക്ക് അവിടെ വേണം, എന്ത് മിനറൽ നമുക്ക് വേണം, അയഡിൻ വേണം. ആ അയഡിൻ്റെ അളവ് കുറയുമ്പോൾ അതിൽ പലതരത്തിലുള്ള ചെറിയ ചെറിയ അബ്നോർമാലിറ്റീസ് ആദ്യം കണ്ടു തുടങ്ങും. അതിനെ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ എന്ന് പറയും. പിന്നെ അത് എന്തായി മാറും? ഗോയിറ്ററായി മാറാൻ ചാൻസ് ഉണ്ട്. ഇനി അയഡിൻ ഡെഫിഷ്യൻസി കാരണം തന്നെ ഉണ്ടാകുന്ന, അത് അസോസിയേറ്റഡ് ആയിട്ടുണ്ടാകുന്ന ഡിസോർഡേഴ്സ് ആണ് ഗോയിറ്റർ, ക്രെറ്റിനിസം, ലാത്രിസം എന്ന്. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഗോയിറ്റർ, എന്താണ് ക്രെറ്റിനിസം, എന്താണ് ലാത്രിസം എന്ന് നോക്കാം. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടിയുടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു നെക്കിൻ്റെ റീജിയൻ എവിടെയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ട്രക്കിയയുടെ 2 സൈഡിലായിട്ടാണ്. അപ്പോൾ ഈ ഗോയിറ്റർ അബ്നോർമലായിട്ട് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഗ്രോയിങ് ലാർജർ ദാൻ നോർമൽ ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് അയഡിൻ. ഇതിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇതിന് ഈ ഗോയിറ്റർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് വളരുന്നു അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് വളരുന്നതിനനുസരിച്ച് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ഇത് കംപ്രസ് ചെയ്യും. ബിക്കോസ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് എയ്തർ സൈഡ് ഓഫ് ട്രക്കിയ. സോ ഇറ്റ് വിൽ put a pressure on trachea, it will narrow the respiratory tract and it will leads to respiratory disorders. Moreover, thyroid gland is very very important for the metabolic activity in our body. നമ്മുടെ ശരീരത്തിലെ എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത്, ബോണിൽ കാൽസ്യം കിട്ടുന്നതിന്, കാൽസ്യത്തിൻ്റെ ലെവൽ നോർമലി സീറം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ നമ്മുടെ മുടി, സ്കിന്ന്, ബുദ്ധി, ബ്രെയിന്, ഇതിനെല്ലാത്തിനും തൈറോയ്ഡ് ഗ്ലാൻഡും അതിൻ്റെ ഹോർമോൺസും വളരെ അത്യാവശ്യമാണ്. സോ ഇഫ് ദർ ഈസ് എനി അബ്നോർമാലിറ്റി ഇൻ ദ നോർമൽ ഫങ്ഷനിങ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഇറ്റ് വിൽ എഫക്റ്റ് അവർ ഹോൾ ബോഡി. സോ ഇറ്റ് ഷുഡ് ബി കറക്റ്റഡ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ്, ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലാക്ക് ഓഫ് അയഡിൻ. ഇത് കൂടാതെ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന് ഉണ്ടാകുന്ന മറ്റ് ഡിസീസസ് ആണ് ഗ്രേവ്സ് ഡിസീസ്, ഹഷിയോമോട്ടോസ് ഡിസീസ്, തൈറോയ്ഡ് ക്യാൻസർ, പ്രഗ്നൻസി, ഇൻഫ്ലമേഷൻ. അപ്പോൾ ഈ ഓരോ ഡിസീസസ് നിങ്ങൾ പഠിക്കണമെങ്കിൽ അടുത്ത 3rd സെം 4th സെം പഠിക്കണം. അവിടെ നിങ്ങൾ നമ്മുടെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൽ ഈ ഡിസീസൊക്കെ പഠിക്കും. അവിടെ നമുക്ക് പറയാം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ കോസസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഗ്രേവ്സ് ഡിസീസ് കാരണവും, ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഓവർ ആക്റ്റീവ് ഓഫ് ഗോയിറ്റർ ആണ്. പിന്നെ ഹഷിമോട്ടോസ് ഡിസീസ് അണ്ടർ ആക്റ്റീവ് ഗോയിറ്റർ ആണ്. തൈറോയിഡിൻ്റെ ക്യാൻസർ വരുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത്. പ്രഗ്നൻ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ ശരീരത്തിൽ അഡീഷണലി ഒരു വ്യക്തി കൂടെ ഉണ്ടാവുകയാണ്, ഡെവലപ്പ് ചെയ്യുകയാണ്. സോ ഇറ്റ് വിൽ എഫക്റ്റ് ഓൾ ദ ആക്ടിവിറ്റീസ്, ഓൾ ദ ഫങ്ഷൻസ് ഓഫ് മദർ ബോഡി. അമ്മയുടെ ശരീരത്തിൽ ഒരു കുഞ്ഞ് വളരുമ്പോൾ അമ്മയുടെ ശരീരത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലൂടെ അബ്നോർമാലിറ്റീസ് ഉണ്ടാകാൻ തുടങ്ങും. പിന്നെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ്, ഇതൊക്കെയാണ് ഗോയിറ്ററിൻ്റെ കാരണങ്ങൾ. ഇനി രണ്ടാമത്തെ ഒരു അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡറാണ് ക്രെറ്റിനിസം. അതായത് അവിടെ വളർച്ചയില്ല കുഞ്ഞിന്. എ ടൈപ്പ് ഓഫ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആൻഡ് ബോഡിലി മാൾഫോർമേഷൻ കോസ്ഡ് ബൈ സിവിയർ അൺകറക്റ്റഡ് തൈറോയിഡ് ഡെഫിഷ്യൻസി ഡ്യൂറിങ് ഇൻഫാൻസി ആൻഡ് ചൈൽഡ്ഹുഡ്. കുട്ടികൾ കുഞ്ഞായിരിക്കുന്നത് ഇൻഫാൻസി പീരീഡിലും ചൈൽഡ്ഹുഡ് പീരീഡിലും ഈ ഒരു തൈറോയിഡിൻ്റെ ഡിഫിക്കൽട്ടീസ്, പ്രോബ്ലംസ് അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോകുന്നു, തിരിച്ചറിയുന്നില്ല എന്താണ് കാരണമെന്ന്. അറ്റ് ലാസ്റ്റ് ഇറ്റ് വിൽ ബിക്കം സിവിയറായി മാറുന്നു, കുട്ടിക്ക് ക്രെറ്റിനിസം ഡെവലപ്പ് ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞാൽ അടുത്തൊരു ഡിസീസാണ് ലാത്രിസം. കൂടുതലും എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ലാത്രിസം എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ ലാത്രിസം എന്ന് പറഞ്ഞാൽ? അതിനെ കേസരി ഡാൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഡിസീസ് എന്നും പറയാറുണ്ട് ലാത്രിസിനെ. അതായത് ഇറ്റ്സ് എ പാരലൈസിങ് ഡിസീസ് ഓഫ് ഹ്യൂമൻ ആൻഡ് അനിമൽസ്. മനുഷ്യ ശരീരത്തിൽ നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ലാത്രിസം, അല്ലെങ്കിൽ ഇതിനെ ന്യൂറോ ലാത്രിസം എന്നും പറയാറുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ലാത്രിസസ് സെറ്റിവസ് ഈസ് കോമൺലി നോൺ എസ് കേസരി ഡാൾ. അതായത് നമ്മൾ കേസരി എന്ന് പറയുന്ന ഒരു ഫുഡ് ഐറ്റം ഉണ്ട്, അത് ഉണ്ടാക്കുന്ന കേസരി ഡാൾ ഉണ്ട്. കേസരി പല ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട്. എക്സാക്ട് കേസരി എന്ന് പറഞ്ഞാൽ കേസരി ഡാളിൽ ഉണ്ടാക്കും. ആ കേസരി ഡാള് റിപ്പീറ്റഡ് ആയിട്ട് ചില ആൾക്കാരുടെ ഒരു സ്റ്റേപ്പിൾ ഫുഡാണ്, അല്ലെങ്കിൽ ഡെയിലി കഴിക്കുന്ന ഒരു ഫുഡാണ് ഈ കേസരി ഡാൾ അടങ്ങിയ ആഹാരങ്ങൾ. അപ്പം അതിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിൻസ്, അതൊരു നല്ലൊരു പ്രോട്ടീൻ്റെ സോഴ്സാണ്, അതുകൊണ്ടാണ് ആളുകൾ കഴിക്കുന്നത്. എന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ടോക്സിൻസ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുകയും നമുക്ക് പാരലൈസിസ് അല്ലെങ്കിൽ പരാലിസിസ് ഉണ്ടാകുന്നു.
അതായത് നമ്മുടെ ശരീരത്ത് ചില ഭാഗങ്ങൾ ചലിക്കാതെയാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഇത് കംപ്ലീറ്റ്ലി എഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രോബ്ലത്തിന് എന്ത് പറയുന്നു? ലാത്രിസം എന്നാണ് പറയുന്നത്. ഇതും അയഡിൻ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് ഉണ്ടാകും. നോട്ട് ചെയ്തോളാം, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇത് പ്രധാനമായിട്ടുള്ള കുറച്ച് ന്യൂട്രീഷൻ ഡിസോർഡേഴ്സ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വിറ്റമിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്. വിറ്റമിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സും മിനറൽ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സും നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നൊന്നും തീരത്തില്ല, അത്രത്തോളം ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അല്ലാതെ പഠിക്കാം. ഇവിടെ ഞാനൊരു അതിൻ്റെ സൂപ്പർഫിഷ്യൽ ഐഡിയ, അതായത് 2 മാർക്കിനും 1 മാർക്കിനും ഉള്ളത് ഞാനിവിടെ പഠിപ്പിക്കും. 5 മാർക്കിനുള്ളത് ക്ലാസ്സിലുള്ളവർക്ക്, 5 മാർക്കിനും 10 മാർക്കിനും ഒക്കെ എഴുതേണ്ടത് ക്ലാസ്സിലുള്ളവർക്ക് പറയാം. Most of the vitamins are not synthesized inside the body, so they need to be supplied via diet. ഞാൻ നേരത്തെ പറഞ്ഞു, കൂടുതൽ വിറ്റാമിൻസും നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കുന്നില്ല, നമ്മളത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടെ തന്നെ നമ്മൾ നേടിയെടുക്കണം. വിറ്റമിൻ ഓൾസോ ആക്ടേഴ്സ് കോഫാക്ടർ ഇൻ മെനി എൻസൈം സിസ്റ്റംസ്, സോ എസെൻഷ്യൽ ഫോർ വേരിയസ് ബോഡി ഫങ്ഷൻസ്. നിങ്ങൾ ബയോകെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ഒരുപാട് സൈക്കിളുകൾ പഠിക്കും. ഗ്ലൈക്കോലൈസിസ് പഠിക്കും, ക്രബ് സൈക്കിൾ പഠിക്കും, യൂറിയ സൈക്കിൾ പഠിക്കും, കോറി സൈക്കിൾ പഠിക്കും. അങ്ങനെ പല പല സൈക്കിൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇതിലെല്ലാം ഒരുപാട് എൻസൈംസ് പഠിക്കുമ്പോൾ ആ എൻസൈംസ് നോർമലി അവിടെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ചില കോ എൻസൈംസ് അല്ലെങ്കിൽ കോ ഫാക്ടറുകൾ അവിടെ വേണം. ഈ കോ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് പല വിറ്റമിൻസ് ആണ്. അപ്പോൾ ഈ കോ ഫാക്ടർ അല്ലെങ്കിൽ വിറ്റമിൻസ് അവിടെ ഇല്ല എങ്കിൽ, അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ എൻസൈംസിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബോഡി ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കത്തും ഇല്ല. ഇങ്ങനെ നമ്മൾ നോർമലി കഴിക്കുന്ന ആഹാരത്തിൽ ആവശ്യത്തിനുള്ള വിറ്റമിൻസ് വളരെ ചെറിയ അളവിൽ മതി. നമുക്ക് കിലോ കണക്കിനൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. വിറ്റമിൻസ് വളരെ ചെറിയ അളവിൽ മതി. അത് പ്രോപ്പറായിട്ട് നമ്മുടെ ആഹാരത്തിലൂടെ കിട്ടി നമ്മൾ പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസീസസ് ഒന്നും വരത്തില്ല. ഇനി അത് നടന്നില്ല എങ്കിൽ നമുക്ക് അവിടെ പലതരത്തിലുള്ള ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഡെവലപ്പ് ചെയ്യാം. പ്രധാനമായിട്ട് വിറ്റാമിൻ എ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫാറ്റ് സോല്യുബിൾ വിറ്റമിൻസ് ആൻഡ് വാട്ടർ സോല്യുബിൾ വിറ്റമിൻസ്. 10 മാർക്കിന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു എസ്സേയാണ് വിറ്റമിൻസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് വിറ്റമിൻസ്. എന്താണ് വിറ്റമിൻസ്, എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് വിറ്റമിൻസ്, ആൻഡ് ഡിസ്ക്രൈബ് അബൌട്ട് ഓർ എക്സ്പ്ലെയിൻ അബൌട്ട് വിറ്റാമിൻ എ. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ വിറ്റാമിൻ എയെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ വിറ്റാമിൻ എ എന്താണ്, ഏതിൽ കാണുന്നു, എന്ത് ഫംഗ്ഷനാണ്, അതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡർ സഹിതം എഴുതണം. ഇനി അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്, ഇതേ പാറ്റേണിൽ വന്നിട്ട് വിറ്റാമിൻ എക്ക് പകരം ബി കോംപ്ലക്സ് ചോദിച്ചിട്ടുണ്ട്, സി ചോദിച്ചിട്ടുണ്ട്, വിറ്റാമിൻ ഡി ചോദിച്ചിട്ടുണ്ട്. ഇത്രയും കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എന്നാൽ 5 മാർക്കിനും വിറ്റാമിൻ എ, ഡി, കെ, വിറ്റാമിൻ ബി, സി ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇനി വിറ്റാമിൻ ബിയിൽ തന്നെ പല ക്ലാസിഫിക്കേഷനുണ്ട്. അതിൽ ഓരോന്നും 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ അത്രയും ഇമ്പോർട്ടൻസ് ഈ ഒരു ചാപ്റ്ററിന് കൊടുക്കണം. ഇവിടെ നമുക്ക് അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡർ മാത്രം പറയാം. വിറ്റാമിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫാറ്റ് സോല്യുബിൾ വിറ്റാമിൻസ് എന്നും വാട്ടർ സോല്യുബിൾ വിറ്റാമിൻസ് എന്നും. ഇതിൽ ഫാറ്റ് സോല്യുബിൾ വിറ്റാമിൻസ് ഏതൊക്കെയാണ്? വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. ഇത്രയും ഫാറ്റ് സോല്യുബിൾ വിറ്റാമിൻസ് ആണ്, അതായത് ഫാറ്റിൽ മാത്രം അലിയുന്ന വിറ്റാമിൻസ്. നെക്സ്റ്റ്, വെള്ളത്തിൽ ലയിച്ച് ചേരാൻ കഴിവുള്ള അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിക്കുന്ന സോല്യുബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ്. വിറ്റാമിൻ ബി കോംപ്ലക്സും വിറ്റാമിൻ സിയും. വിറ്റാമിൻ സിയുടെ മറ്റൊരു പേരെന്താണ്? വിറ്റാമിൻ ബി കോംപ്ലക്സിൽ ഓരോ വിറ്റാമിനും മറ്റൊരു പേരുകളുണ്ട്. അപ്പോൾ ഓരോന്നിനും പല പേരുകളുണ്ട്, അതും നിങ്ങൾ കാണാതെ പഠിക്കണം. അപ്പം ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുക. ഫാറ്റ് സോല്യുബിൾ വിറ്റാമിൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. നമ്മുടെ ഫാറ്റിലൂടെ മാത്രം ലയിക്കുന്നതും ഫാറ്റിൻ്റെ സഹായത്തോടെ മാത്രം നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നതുമായിട്ടുള്ള വിറ്റാമിൻസിനെയാണ് ഫാറ്റ് സോല്യുബിൾ വിറ്റാമിൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ അനിമൽ ഫുഡിലും പിന്നെ പല പ്ലാന്റ് ഫുഡുകളിലും ഈ നമ്മുടെ ഫാറ്റ് സോല്യുബിൾ വിറ്റാമിൻസ് ആയിട്ടുള്ള വിറ്റാമിൻ എ, ഡി, ഇ, കെ കാണുന്നുണ്ട്. ഇനി ഈ ചാർട്ട് നോക്കുക. ഇതിൽ ചുരുക്കി അത്യാവശ്യം നിങ്ങൾക്ക് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടെ ഉണ്ട്. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള ഡിസീസ്, ഇത് കൂടാതെ പല ഡിസീസ് ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ വിറ്റാമിൻ എയുടെ എസ്സേ പഠിക്കുമ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇവിടെ വിറ്റാമിൻ എ കൂടുതലായിട്ട് നമ്മൾ ബാധിക്കുന്നത് നമ്മുടെ കണ്ണിനെയാണ്, നമ്മുടെ കാഴ്ചശക്തിയാണ്.
ആ വിറ്റമിൻ എ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ നമുക്ക് വിറ്റമിൻ എ പ്രൊഫ്ലാക്സിസ് പ്രോഗ്രാം 1.5 വയസ്സുള്ള കുട്ടികൾ മുതൽ 5 വയസ്സുള്ള കുട്ടികൾക്ക് ഓരോ 6 മാസവും 9 തവണയായിട്ട് ഓറലി വിറ്റമിൻ എ ഡ്രോപ്സ് കൊടുക്കാറുണ്ട്, വിറ്റമിൻ എ സൊല്യൂഷൻ കൊടുക്കാറുണ്ട്. 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ഇന്റർനാഷണൽ യൂണിറ്റ് വിറ്റമിൻ എ ആണ് അങ്ങനെ കൊടുക്കുന്നത്. എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വിറ്റമിൻ എ ഡെഫിഷ്യൻസി ഡിസോർഡർ കാരണം ഉണ്ടാകുന്ന ബ്ലൈൻഡ്നെസ്, എക്സ്പെഷ്യലി നൈറ്റ് ബ്ലൈൻഡ്നെസ് മാക്സിമം കുറയ്ക്കുക, അതിൻ്റെ ഒരു പ്രിവെൻഷൻ ആയിട്ടാണ് ആ ഒരു വിറ്റമിൻ എ പ്രൊഫിലാക്സിസ് പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ഈ വിറ്റമിൻ എ കുറയുന്നവർക്ക് ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? സിറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, ബിറ്റോട്ട് സ്പോട്ട്, ഇത് കൂടാതെ പല ഡിസീസസ് ഉണ്ട്. സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? An abnormal dryness of the eyeball produced usually by long continued inflammation and subsequently atrophy of the conjunctiva and cornea. Cornea എന്ത് ഉണ്ടാവുന്നു? കംപ്ലീറ്റ്ലി കണ്ടിന്യൂസ്ലി ഇൻഫ്ലമേഷൻ ഉണ്ടായി നശിക്കുകയും ഐബോളിൽ ഡ്രൈനസ് സംഭവിക്കുകയും ചെയ്യുന്നു. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനബിലിറ്റി ടു സീ ഡിം ലൈറ്റ്, അതായത് രാത്രി കാലങ്ങളിൽ ഇരുട്ടിൽ കാഴ്ചശക്തി ഇല്ല. ബിറ്റോട്ട് സ്പോട്ട് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കൺജങ്ക്റ്റൈവയിൽ ഗ്രേയിഷ് വൈറ്റ് ട്രയാങ്കുലർ പ്ലേക്കുകൾ ഉണ്ടാകുന്നു. ഇതാണ് 3 തരത്തിലുള്ള ഡിസീസ്. അത് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടതാണ്, പക്ഷേ ഇവിടെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വിറ്റമിൻ ഡി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസാണ് വിറ്റമിൻ ഡി കാരണം ഉണ്ടാകുന്ന റിക്കറ്റ്സ്. റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബോണ് സോഫ്റ്റനിങ് ആകുന്നു. അത് കുട്ടികളിൽ ഇത് ഉണ്ടാകും, വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ റിക്കറ്റ്സ് എന്നും, അഡൽട്ടിൽ ഉണ്ടാകുമ്പോൾ അതിനെ ഓസ്റ്റിയോ മലേഷ്യ എന്നുമാണ് പറയുന്നത്. അഡൽട്ടിൽ ഇതിനെ ഓസ്റ്റിയോ മലേഷ്യ എന്നാണ് പറയുന്നത്. ഇത് കാരണം നമ്മുടെ ബോൺ സോഫ്റ്റനിങ് ആകുന്നു, അബ്നോർമൽ ബോൺ ഗ്രോത്ത് ആകുന്നു, കാരണം വിറ്റമിൻ ഡിയുടെ കുറവാണ്. നെക്സ്റ്റ് വിറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കാരണം പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. റെട്രോ ലെൻഡൽ ഫൈബ്രോപ്ലേഷ്യ, പ്രിമച്യൂരിറ്റി, ജോണ്ടിസ്, ഹീമോലൈറ്റിക് അനീമിയ, മസ്കുലാർ ഡിസ്ട്രോഫി, ഗ്രോത്ത് ഫെയിലുവർ. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻ വേണ്ട. റെട്രോ ലെൻഡൽ ഫൈബ്രോപ്ലേഷ്യ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ പ്രിമച്യൂറായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ, പൂർണ്ണ വളർച്ച എത്താതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ, ലോ ബർത്ത് വെയിറ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളിൽ ന്യൂറോപ്പതിക്കായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഒരു റെട്രോ ലെൻഡൽ ഫൈബ്രോപ്ലേഷ്യ എന്ന് പറയുന്നത്. പിന്നെ കുട്ടികളുടെ പൂർണ്ണ വളർച്ച വരുന്നില്ല, വിറ്റമിൻ ഇ കുറവുണ്ടെങ്കിൽ പ്രിമച്യൂരിറ്റി ഉണ്ടാകുന്നു, ജോണ്ടിസ് ഉണ്ടാകുന്നു, ലിവറിനെ ബാധിച്ച് ജോണ്ടിസ് ഉണ്ടാകുന്നു, ഹീമോലൈറ്റിക് അനീമിയ ഉണ്ടാകുന്നു. കാരണം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വിറ്റമിൻ ഇ വേണം. അതില്ലാതെ വരുമ്പോൾ ഗ്രോത്ത് ഫെയിലുവർ, മസ്കുലാർ ഡിസ്ട്രോഫി ഒക്കെ ഉണ്ടാകുന്നു. നെക്സ്റ്റ് വിറ്റമിൻ കെ, നമ്മുടെ ബ്ലഡ് കട്ട പിടിക്കുന്നതിന് നോർമലായിട്ട് സഹായിക്കുന്ന ഒരു വിറ്റമിനാണ് വിറ്റമിൻ കെ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ അനാട്ടമി ഫിസിയോളജിയിൽ കൊയാഗുലേഷൻ മെക്കാനിസം അല്ലെങ്കിൽ ക്ലോട്ടിംഗ് മെക്കാനിസം പഠിച്ചപ്പോൾ അവിടെ നമ്മളൊരു സ്റ്റെപ്പിനകത്ത് പഠിക്കുന്നുണ്ട് വിറ്റമിൻ കെയുടെ ആവശ്യം. അപ്പോൾ ഈ വിറ്റമിൻ കെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകാം? ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടാകാം, ഡയേറിയ ഉണ്ടാകാം, മാൾ അബ്സോർഷൻ സിൻഡ്രോം ഉണ്ടാകാം, വേം ഇൻഫെസ്റ്റേഷൻ ഉണ്ടാകാം. ഓക്കെ, നെക്സ്റ്റ് വാട്ടർ സോല്യുബിൾ വിറ്റമിൻസ് ഏതൊക്കെയാണ്? വിറ്റമിൻ സി, അതിൻ്റെ മറ്റൊരു പേരാണ് അസ്കോർബിക് ആസിഡ്. ഇത് കൂടാതെ വിറ്റമിൻ ബി കോംപ്ലക്സ് പല ടൈപ്പ് ഉണ്ട്. അതിൽ വിറ്റമിൻ ബി, തൈമിൻ, റിബോഫ്ലാവിൻ, നിയാസിൻ, വിറ്റമിൻ B6 പിരിഡോക്സിൻ, അതുകൂടെ ഫോളിക് ആസിഡ്, വിറ്റമിൻ B12, ബയോട്ടിൻ, പെന്തോതെനിക് ആസിഡ്, ഇങ്ങനെ പല ടൈപ്പ് വിറ്റമിൻ ബി ഉണ്ട്. B1 ആണ്. B1ന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് വെർണിക് കൊർസക്കോഫ് സിൻഡ്രോം. പിന്നെ ബെറിബെറി, ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, അരിബോഫ്ലാവിനോസിസ്, വിറ്റമിൻ B1 ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസാണ്. വിറ്റമിൻ B2 കാരണം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസോർഡർ ആണ് ആങ്കുലാർ സ്റ്റൊമറ്റൈറ്റിസ്, നമ്മുടെ മൗത്തിൻ്റെയൊക്കെ കോർണറിൽ ഉണ്ടാകുന്ന അൾസറേഷൻ, ആങ്കുലാർ സ്റ്റൊമറ്റൈറ്റിസ്. വിറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന വെരി ഇമ്പോർട്ടൻറ്റ് ഡിസീസ് പെലാഗ്ര, കാരണം ഇത് സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വിറ്റമിനാണ്. ഡെർമറ്റൈറ്റിസും ഉണ്ടാകാം, പെലാഗ്രയും ഉണ്ടാകാം. വിറ്റമിൻ B5 ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന പാരസ്തീഷ്യ, അബ്നോർമൽ സെൻസേഷൻ ഉണ്ടാകുന്നു. B6 ഡെഫിഷ്യൻസി കാരണം ഡെർമറ്റൈറ്റിസ് ഉണ്ടാകുന്നു. വിറ്റമിൻ B7 ഡെഫിഷ്യൻസി കാരണം ഹാർട്ട് അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നു. B9 ഡെഫിഷ്യൻസി കാരണം അനീമിയയും ഡയേറിയയും ഉണ്ടാകുന്നു. സോ ഇതെല്ലാം ഞാൻ ഒന്ന് ജസ്റ്റ് ക്യുക്ക് പറഞ്ഞു പോയെങ്കിലും ഇതെല്ലാം ഓരോന്നും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ വിറ്റമിൻ B12 ഡെഫിഷ്യൻസി ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ നോർമൽ ഫങ്ഷൻസിന് വേണ്ട വിറ്റമിനാണ് വിറ്റമിൻ B12. ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാകാം. ഇനി വിറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ നമ്മുടെ മസിൽ സ്ട്രെങ്ത് കുറയുന്നു, മസിൽ വീക്ക്നെസ്
ഉണ്ടാകുന്നു. കോമൺ ആയിട്ട് ഇത്രയും അല്ല, ഇനിയും ഒരുപാടുണ്ട് പഠിക്കാൻ വേണ്ടി. വിറ്റമിൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്ററാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരും. ഇല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ള ബുക്സ് നന്നായിട്ട് വായിച്ച് ഇപ്പോൾ ഒരു ബേസ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ബേസ് ഐഡിയ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പഠിക്കുക. ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം റിപ്പീറ്റഡ് എപ്പോഴും നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ ഒന്ന് എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളോടുകൂടി സെം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാകണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഇതുപോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുമായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഓഫീസ് നമ്പറാണ് 8891127927. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂടെയുള്ള കുട്ടികൾ എത്രത്തോളം പഠിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്, ആർക്കൊക്കെ സപ്ലി എക്സാംസ് എഴുതി ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, ട്യൂഷൻ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.